വ്യക്തിത്വത്തിൽ നല്ല ലക്ഷണങ്ങളുടെ അളവ് കുറച്ചൊന്ന് കൂടിപ്പോയാലോ അതും പ്രശ്നം തന്നെയാണ്. നിയമങ്ങൾ, ചിട്ടകൾ, സൂക്ഷ്മത, പ്രവർത്തനങ്ങളിലുള്ള അതീവ ജാഗ്രത, ഇതൊക്കെ നല്ല ലക്ഷണങ്ങൾ തന്നെയാണ് അല്ലെ. പക്ഷെ ഇതിന്റെ അളവ് കൂടിപ്പോയാൽ വല്ലാത്ത പ്രശ്നമാണ്. സ്വന്തം വ്യക്തിത്വത്തിൽ മാത്രമല്ല ഇത്തരം ലക്ഷണങ്ങൾ സ്വാധീനം ചെലുത്തുന്നത്, ഒപ്പം പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കൂടെയുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒക്കെ കൈകടത്തി പോകും ഇവർ അറിയാതെ തന്നെ. OCDയുടെ ഒക്കെ ഒരു സമീപസ്ഥരാണ് ഇവർ എന്ന് പറഞ്ഞാലും കമ്പൽസീവ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. നിർബന്ധ നിഷ്കർഷതയുള്ളവർ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാനായിട്ട് സാധിക്കും. ഇവർക്ക് വിനോദങ്ങളിലും വിശ്രമത്തിലും ഒന്നും യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഏത് സമയവും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏത് സമയവും നിയമാവലിക്കനുസരിച്ച് ജീവിക്കുക, ചിട്ടകൾക്കനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോവുക, ഇതൊക്കെയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അമിത ശ്രദ്ധ ഭയങ്കരമായിട്ട് ഇവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം ബാധിക്കും. പ്രവർത്തനങ്ങളിലെല്ലാം തടസ്സം നേരിടും, വല്ലാതെ ദുർവാശി കാട്ടും. മറ്റുള്ളവർക്ക് ഇവർ എപ്പോഴും വളരെ പരിക്കനായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്, അമിതമായിട്ടുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. ഇത്തരത്തിലുള്ള ഒരു മേലുദ്യോഗസ്ഥന്റെ കൂടെ വർക്ക് ചെയ്യേണ്ടി വന്നാലോ ജീവിത പങ്കാളിക്കൊപ്പം ജീവിക്കേണ്ടി വന്നാലോ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. അവർ അനുഭവിക്കുന്നതും വല്ലാത്തൊരു മാനസികാവസ്ഥ.